ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥാ ചതുഷ്പഞ്ചാശത്തമോധ്യായഃ. ഇന്ന് നമുക്ക് 54-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് രുക്മി ഒരു പ്രതിജ്ഞ എടുത്തതാണ്. എന്താണ് പ്രതിജ്ഞ? കൃഷ്ണനെ കൊല്ലാതെയും രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാതെയും ഞാനിനി കുണ്ടിനത്തിൽ പ്രവേശിക്കുകയില്ല എന്ന പ്രതിജ്ഞ ചെയ്ത ശേഷം രുക്മി എന്ത് ചെയ്തു? ആയുധങ്ങളൊക്കെ എടുത്ത് സൈന്യങ്ങളോടുകൂടി കൃഷ്ണനെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു. എന്നിട്ട് കൃഷ്ണന്റെ നേരെ ബാണമെയ്തു. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ബാണമെയ്ത് അവന്റെ വില്ലിനെ മുറിച്ചു. 6 ബാണങ്ങളെയ്ത് രുക്മിയെ സ്തബ്ധനാക്കി. കുതിരകളെയും തേരിനെയും തേരാളിയെയും കൊടിക്കൂറയും എല്ലാം എയ്ത് മുറിച്ചു. പിന്നീട് രുക്മി പല തരം ആയുധങ്ങൾ കൃഷ്ണന്റെ നേരെ പ്രയോഗിച്ചു. കൃഷ്ണൻ എല്ലാം അതിനെ തവിടുപൊടിയാക്കി. രുക്മി തേരിൽ നിന്ന് താഴെ ഇറങ്ങി വാളെടുത്ത് കൃഷ്ണന്റെ നേരെ പാഞ്ഞു. കൃഷ്ണൻ എന്ത് ചെയ്തു? അവന്റെ വാളും പരിചയും എല്ലാം തവിടുപൊടിയാക്കി. കൃഷ്ണൻ തന്റെ പ്രസിദ്ധമായ നന്ദകി എന്ന വാൾ കയ്യിലെടുത്തു. രുക്മിണി കരഞ്ഞുകൊണ്ട് സഹോദരനെ കൊല്ലരുതേ എന്ന് കൃഷ്ണനോട് അപേക്ഷിച്ചു. രുക്മിണിയുടെ ദുഃഖം കണ്ടപ്പോൾ കൃഷ്ണൻ രുക്മിയെ കൊല്ലുന്നത് നല്ലതല്ലെന്ന് നിശ്ചയിച്ചു. ആ വാളുകൊണ്ട് അവന്റെ തലമുടിയും താടിയും മീശയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് അങ്ങനെ അവനെ വിരൂപനാക്കി. അവന്റെ സൈന്യത്തെ മുഴുവനും യദുസൈന്യം അവശരാക്കി. എല്ലാവരും രുക്മിയെ നോക്കി പരിഹസിച്ചു. ഉടനെ ബലരാമൻ വന്ന് രുക്മിയെ കെട്ടഴിച്ചു വിട്ടു. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നീ ചെയ്തത് ശരിയായില്ല. അവന്റെ തലമുടി ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് വിരൂപനാക്കിയത് വധിച്ചതിന് തുല്യമാണ്. എന്നിട്ട് ബലരാമൻ രുക്മിണിയെ സമാധാനിപ്പിക്കുകയാണ്. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ഇത്യുക്താരഥമാരുഹ്യ സാരഥിം പ്രാഹ സത്വര ചോദയാശ്വാന്യത കൃഷ്ണ തസ്യ മേ സംയുഗം ഭവേത്. ഇതി ഉക്ത്വാ രഥം ആരുഹ്യ. ഇത് ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട്, അതായത് രുക്മി പ്രതിജ്ഞ ചെയ്തല്ലോ കൃഷ്ണനെ കൊല്ലാതെയും രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാതെയും ഇനി കുണ്ടിനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് രഥം തേരിൽ ആരുഹ്യ കയറി. രുക്മി തേരിൽ കയറി സത്വര പെട്ടെന്ന് ബദ്ധപ്പാടോടുകൂടി സാരഥിയോട് പ്രാഹ പറഞ്ഞു, കൃഷ്ണ യതഃ. കൃഷ്ണൻ എവിടെയോ അവിടേക്ക് അശ്വാൻ കുതിരകളെ ചോദയ വിട്ടാലും. കൃഷ്ണനുള്ള സ്ഥലത്തേക്ക് കുതിരയെ വിടൂ. തസ്യ അവനും മേ എനിക്കും സംയുഗം യുദ്ധം ഭവിക്കണം. ഞാനും അവനും തമ്മിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് കൃഷ്ണനുള്ളിടത്തേക്ക് തേരിനെ തെളിയിക്കൂ എന്ന് പറഞ്ഞു. ഇത്യുക്താരഥമാരുഹ്യ സാരഥിം പ്രാഹ സത്വര ചോദയാശ്വാൻ യത കൃഷ്ണ തസ്യ മേ സംയുഗം ഭവേത്. ശ്ലോകം 22. അദ്യാഹം നിശിതൈർബാണൈർ ഗോപാലസ്യ ദുർമദേഹേ നേഷ്യേ വീരമതം യേന സ്വസാമേ പ്രസവം ഹൃദാം. അദ്യ അഹം നിശിതൈഹി ബാണൈഹി. അദ്യാഹം ഇപ്പോൾ, അഹം ഞാൻ, ദുർമദേഹെ ഏറ്റവും ദുഷ്ടബുദ്ധിയായ
ഗോപാലസ്യ, ഈ ഗോപാലന്റെ, പശുക്കളെ മേയ്ക്കുന്നവന്റെ വീരമതം, അഹങ്കാരത്തെ, നിശിതൈ, മൂർച്ചയുള്ള ബാണങ്ങൾ കൊണ്ട് നേഷ്യയെ അപഹരിക്കുന്നുണ്ട്. അപ്പൊ രുക്മി പറയാണ്, അഹങ്കാരം കൊണ്ട് എന്റെ സഹോദരിയെ കൊണ്ടുപോയില്ലേ, അവന്റെ അഹങ്കാരത്തെ എല്ലാം ഞാനിപ്പോ ഈ ബാണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്നുണ്ട്. യാതൊന്നിനാത്മേ, എന്റെ സഹോദരി പ്രസവം ബലാത്കാരേണ ഹൃദ, അപഹരിക്കപ്പെട്ടവളായി. എന്റെ ആ സഹോദരി അപഹരിച്ച അവനെ ഞാൻ ഇപ്പോൾ തന്നെ ബാണങ്ങൾ കൊണ്ട് ശരിയാക്കുന്നുണ്ട്. ശരിക്ക് രുക്മിണിയെ അപഹരിക്കൽ എല്ലാവരും നോക്കി നിൽക്കുകയാണ് കൊണ്ടുപോയത് അല്ലേ? ശരി, രുക്മിണിക്കും സമ്മതമായിരുന്നു. രുക്മിണി കൃഷ്ണന്റെ തേര് കണ്ടതും തേരിലങ്ങ് കയറി. അപ്പോ രുക്മി എന്താണ് വിചാരിച്ചത്? കൃഷ്ണൻ അപഹരിച്ചാണ് കൊണ്ടുപോയെന്നാണ് വിചാരിച്ചത്. ഇവിടെ ലെറ്റർ എഴുതിയതൊന്നും രുക്മി അറിയുന്നില്ലല്ലോ. അദ്യാഹം നിശിതൈർബാണൈർ ഗോപാലസ്യ ദുർമദേഹേ നേഷേ വീരമതം യേന സ്വസാമേ പ്രസവം ഹൃദാം. ശ്ലോകം 23. വിഗദ്ധമാന കുമതീർ ഈശ്വരസ്യ അപ്രമാണവേത് രഥേനൈകേന ഗോവിന്ദം തിഷ്ടതിഷ്ഠേത്യ അതാഹ്വയത്. വിഗദ്ധമാനഃ കുമതീഃ ഈശ്വരസ്യ അപ്രമാണവിത് രഥേന ഏകേന ഗോവിന്ദം തിഷ്ടതിഷ്ഠ ഇതി അതാ ആഹ്വയത്. വിഗദ്ധമാനഃ കുമതിഃ ഈശ്വരസ്യ അപ്രമാണവിത്. ഈശ്വരസ്യ അപ്രമാണവിത്, ഈശ്വരന്റെ പ്രമാണത്തെ അറിയാത്ത കുമതിഃ, ബുദ്ധിഹീനൻ. രുക്മി ഈശ്വരന്റെ പ്രഭാവമൊന്നും അറിഞ്ഞൂടാ. ഇത് ഗോപാലനാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ? പശുക്കളെ മേയ്ക്കുന്നവനെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ പ്രഭാവത്തെക്കുറിച്ച് അറിയാത്ത രുക്മി ബുദ്ധിഹീനൻ, കുമതി. വിഗത്യമാനഃ, അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട്, ഏകേന രഥേന, ഒരു തേരോടുകൂടി, തിഷ്ഠ തിഷ്ഠ, നിൽക്കൂ നിൽക്കൂ എന്നാഹ്വയെ നിലവിളിച്ചുകൊണ്ട് ഗോവിന്ദം, കൃഷ്ണനെ പിന്തുടർന്നു. അപ്പൊ നിൽക്ക് നിൽക്കെന്ന് പറഞ്ഞ് കൃഷ്ണന്റെ പിറകെ തേര് തെളിച്ച് കുബുദ്ധിയായ രുക്മി പോവുകയാണ്. വിഗദ്ധമാന കുമതീർ ഈശ്വരസ്യ പ്രമാണവേത് രഥേനൈകേന ഗോവിന്ദം തിഷ്ടതിഷ്ഠേത്യദാഹ്വയത്. ശ്ലോകം 24. ധനുർ വികൃഷ്യ സുദൃഢം ജഘ്നേ കൃഷ്ണം ത്രിഭിശ്ശരൈഃ ആകാചാത്രക്ഷണം തിഷ്ഠ യദൂനാങ്കുലപാംസന. ധനുഹു വികൃഷ്യ സുദൃഢം, ധനുഹു വില്ലിനെ, സുദൃഢം ഏറ്റവും ഉറപ്പോടെ, വികൃഷ്യ വലിച്ചിട്ട്, ത്രിഭിഹി ശരൈ 3 ബാണങ്ങൾ കൊണ്ട് കൃഷ്ണനെ ജഘ്നേ ഹനിച്ചു, എയ്തു. അപ്പൊ വില്ല് ഒക്കെ വലിച്ച്, ഞാണൊക്കെ വലിച്ചെടുത്തിട്ട് 3 ബാണം കൃഷ്ണന്റെ നേരെ അയക്കുകയാണ്. ആഹാ, എന്നിട്ട് പറഞ്ഞു എന്താണ്? യദൂനാം, യദുക്കളുടെ, കുലപാംസന, കുലദൂഷക, ക്ഷണം, അല്പനേരം, അത്ര, ഇവിടെ, തിഷ്ഠ, നിൽക്കൂ, നീ അല്പനേരം ഇവിടെ നില്ല്, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്റെ പരാക്രമം എന്ന് ഉറച്ചു വിളിച്ചു പറയുകയാണ് രുക്മി. ധനുർ വികൃഷ്യ സുദൃഢം ജഘ്നേ കൃഷ്ണം ത്രിഭിശ്ശരൈ ആഹചാത്രക്ഷണം തിഷ്ഠ യദൂനാങ്കുലപാംസനാം. ശ്ലോകം 25. കുത്രയാസി സ്വസാരം മേ മുഷിത്വാ ത്വാംക്ഷവത്ഹവി ഹരിഷേ അദ്യ മദം മന്ദ മായിന കൂടയോധിനഹാം. മേ, എന്റെ സ്വസാരം, സഹോദരിയെ, ഹവിഹി, ഹവിസിനെ, ത്വാംക്ഷവത്, കാക്ക എന്ന പോലെ, മുഷിത്വ, അപഹരിച്ചിട്ട്. അപ്പൊ യാഗസാധനം ആരും കാണാതെ കാക്ക കൊത്തിക്കൊണ്ട് പറന്നു പോകുന്നത് പോലെ അല്ലേ നീ ഇവിടുന്ന് പോയത്? അപഹരിച്ചിട്ട് കുത്ര, എവിടെയാസി പോകുന്നു? അപ്പൊ ഹവിസിനെ, യജ്ഞത്തിലുള്ള ഹവിസിനെ കാക്ക ആരും കാണാതെ കൊത്തിയെടുത്തോണ്ട് പോകും പോലെ നീയും ആരും കാണാതെ എന്റെ സഹോദരിയും കൊണ്ടുപോവുകയാണോ?
മന്ദ ഹേ ബുദ്ധിഹീന, കൂടയോധിന കളവായി യുദ്ധം ചെയ്യുന്ന മായിനഹ മായാവിയായ നിന്റെ മതത്തെ അദ്യ ഇപ്പോൾ തന്നെ ഹരിഷ്യെ ഞാൻ തീർക്കുന്നുണ്ട്, ഹരിക്കുന്നുണ്ട്. നിന്റെ മതമൊക്കെ ഞാൻ ഇപ്പൊ തന്നെ തീർത്തു തരാം. നിൽക്ക്, എന്റെ മുമ്പേ അല്പം നിന്നാ മതി, നിന്റെ മതം ഞാൻ ഇപ്പൊ തന്നെ തീർത്തു തരാം എന്ന് രുക്മി വിളിക്കുകയാണ്. കുത്രയാസി സ്വസാരം മേ മുഷുദ്വാ ത്വാംശവദ്ഹവിഹി ഹരിഷ്യേദ്യ മതം മന്ദ മായിന കൂടയോധിനകാം. ശ്ലോകം 26. യാവത് നമേഹദോ ബാണൈ ശയീതാമുഞ്ചദാരികാം സ്മയൻ കൃഷ്ണോധനുർജിത്വാ ഷഡ്ഭിർവിവ്യാധ രുക്മിണം. യാവത് നമേ ഹതഃ ബാണൈഹി, മേ ബാണൈഹി ഹതഃ, എന്റെ ബാണങ്ങളാൽ കൊല്ലപ്പെട്ടവനായിട്ട്, യാവത് ന ശയീത, വീഴുന്നതിന് മുമ്പ്, ദാരികാം കന്യകയെ മുഞ്ച വിടുക, എന്റെ ബാണം കൊണ്ട് നീ ചാകാതെ നീ പെട്ടെന്ന് രുക്മിണിയെ വിടൂ. കൃഷ്ണൻ സ്മയൻ. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് തനുഹു വില്ലിനെ ചിത്വ മുറിച്ചിട്ട്, ഇത്രയും പറഞ്ഞപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവന്റെ വില്ലിനെ ഉടനെ തന്നെ വേറൊരു അമ്പ ഇത് മുറിച്ചു. എന്നിട്ട് ഷഡ്ഭി 6 ബാണങ്ങൾ കൊണ്ട് രുക്മിയെ വിവ്യാത സ്തപ്തനാക്കി. 6 ബാണങ്ങൾ എയ്ത് രുക്മിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാതെ അവനെ സ്തപ്തനാക്കി കൃഷ്ണൻ. യാവത് നമേഹദോ ബാണൈ ശയീതാമുഞ്ചദാരികാം സ്മയൻ കൃഷ്ണോ തനുചിത്വാ ഷഡ്ഭിർവിവ്യാധ രുക്മിണം. ശ്ലോകം 27. അഷ്ടഭി ചതുരോ വാഹാൻ ദോഭ്യാസുതം ധ്വജം ത്രിഭിഃ സചാന്യത് ധനുരാദായ കൃഷ്ണം വിവ്യാധ പഞ്ചഭിഃ. അഷ്ടഭി ചതുരത വാഹാൻ ദ്വാഭ്യാം സുതം ധ്വജം ത്രിഭിഃ സഹ ച അന്യത് ധനുരാദായ കൃഷ്ണം വിവ്യാധ പഞ്ചഭിഃ. അഷ്ടഭിഃ 8 ബാണങ്ങൾ കൊണ്ട്, ചതുരഹ വാഹൻ 4 കുതിരകളെയും, ദോഭ്യാം 2 കൊണ്ട്, സൂതം സാരഥിയെയും, ത്രിഭിഃ 3 കൊണ്ട് ധ്വജം കൊടിക്കൂറയും വിവ്യാധ മുറിച്ചു. അപ്പൊ കൃഷ്ണൻ 8 ബാണങ്ങൾ കൊണ്ട് 4 കുതിരകളെയും, 2 ബാണം കൊണ്ട് തേരാളിയെയും, 3 ബാണം കൊണ്ട് കൊടുക്കൂറയും കൃഷ്ണൻ എയ്ത് മുറിച്ചു. സഹ ച അവനും രുക്മിയും അന്യത് ധനുഹു മറ്റൊരു വില്ലിനെ ആദായ എടുത്തിട്ട് പഞ്ചഭി 5 കൊണ്ട് കൃഷ്ണനെ വിവ്യാധ എയ്തു. ഉടനെ രുക്മി എന്ത് ചെയ്തു? മറ്റൊരു വില്ലെടുത്ത് 5 ബാണങ്ങൾ കൊണ്ട് കൃഷ്ണനെ എയ്തു. അഷ്ടഭി ചതുരോ വാഹാൻ ദ്വാഭ്യാം സുതം ധ്വജം ത്രിഭിഃ സചാന്യത് ധനുരാദായ കൃഷ്ണം വിവ്യാധ പഞ്ചഭിഃ. ശ്ലോകം 28. തൈസ്താഡിത ശരൗഖേസ്തു ചിച്ഛേദത്തനുരച്യുതഃ പുനരന്യത് ഉപാദത്ത തദപ്യഛിനത് അവ്യയാം. തൈസ്താഡിത ശരൗഖൈഃ തു ചിച്ഛേദ തനുഃ അച്യുത പുനഃ അന്യത് ഉപാദത്ത തത് അഭി അഛിനത് അവ്യയഃ. തൈ ശരൗഖൈഃ ആ ബാണങ്ങൾ കൊണ്ട് താടിക്കപ്പെട്ട അച്യുതനാകട്ടെ കൃഷ്ണനാകട്ടെ തനുഹു വില്ലിനെ ചിച്ഛേദ മുറിച്ചു. അപ്പോൾ ബാണങ്ങൾ ദേഹത്ത് തട്ടിയപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? അവന്റെ ആ വില്ലിനെയും മുറിച്ചു. പുനഃ പിന്നെ അന്യത് മറ്റൊന്നിനെ ഉപാദത്ത പിന്നെ രുക്മി മറ്റൊരു വില്ലെടുത്തു. തദപി അതിനെയും അവ്യയനായ കൃഷ്ണൻ അച്ഛിനത് മുറിച്ചു. അപ്പൊ രുക്മി എടുക്കുന്ന ബാണങ്ങളെല്ലാം കൃഷ്ണൻ മറ്റു ബാണം എടുത്ത് അതിനെ എയ്ത് മുറിക്കുകയാണ്. തൈസ്താഡിത ശരൗഖേസ്തു ചിച്ഛേദത്തനുരച്യുതഃ പുനരന്യത് ഉപാദത്ത തദപ്യഛിനതവ്യയഃ. ശ്ലോകം 26. പരിഹം പട്ടിശം ശൂലം ചർമാസി ശക്തി തോമരൗ യഥാ
ആയുധമാദത്ത തത്സർവം സോചിനത് ഹരിഹി. പരികം പട്ടിശം ശൂലം ചർമ്മ അസി ശക്തി തോമരൗ യത് യത് ആയുധമാദത്ത തത്സർവം സോ അജ്നത് ഹരിഹി. പരികം, പരികമെന്നും പട്ടിശം, പട്ടിശമെന്നും ശൂലം, ശൂലമെന്നും ചർമാസി, പരിചയെന്നും വാളെന്നും ശക്തി തോമരോ, ശക്തിയെന്നും തോമരമെന്നും പേരായ യത്തത് ആയുധം, ഏതൊക്കെ ആയുധങ്ങളുണ്ടോ ആദത്തം അതിനെയൊക്കെ എടുത്തു പോകും. തത്സർവം അതെന്നെ എല്ലാം സഹകരി ആ കൃഷ്ണൻ അച്ഛനെ മുറിച്ചു. അപ്പൊ അവൻ കുറെ ആയുധങ്ങൾ മാറി മാറി എടുത്തു, അതിനെല്ലാം കൃഷ്ണൻ മുറിച്ചു. പരികം പട്ടിശം ശൂലം ചർമ്മം അസി ശക്തി തോമരം ഇതല്ല. പരികം പട്ടിശം ശൂലം ചർമാസി ശക്തി തോമരോ യഥായുധമാദത്ത തത്സർവം സോചിനത് ഹരിഹി. ശ്ലോകം 30. തതോരഥ തവപ്ലുത്യ ഖഡ്ഗപാണിർജിഖാംസയ കൃഷ്ണം അഭ്യദ്രവത് കുർത്ത പതംഗൈവ പാവകം. തതഃ രഥാത് അവപ്ലുത്യ, തതഃ പിന്നെ രഥാത് രുക്മി എന്ത് ചെയ്തു, തേരിൽ നിന്ന് അവപ്ലുത്യ ചാടിയിട്ട് ഖഡ്ഗപാണിഹി വാൾ കയ്യിൽ എടുത്തുകൊണ്ട് ജിഖാംസയ കൃഷ്ണനെ കൊല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രുദ്ധഃ ദേഷ്യമുള്ളവനായി പതംഗ പാവകം ഇവ ഈയാമ്പാറ്റ തീയിൽ എങ്ങനെ ചാടാൻ പോകുന്നു, ഈയാമ്പാറ്റ തീയെ കണ്ട് ഓടിച്ചെന്ന് തീയിൽ വീണ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഇവൻ കൃഷ്ണന്റെ മുമ്പേ ഓടുന്നത്. ഇവനെ ഈയാമ്പാറ്റ പോലെയാണ് രുക്മിയെ പറഞ്ഞിരിക്കുന്നത്. ഈയാമ്പാറ്റ അഗ്നിയെ കണ്ട് മോഹിച്ച് അതിൽ ഓടിപ്പോകും. അപ്പൊ അഗ്നി എന്ത് ചെയ്യും, അതിനങ്ങ് ദഹിപ്പിച്ചു കളയും. ഇവിടെ അഗ്നിയുടെ അടുത്താണ് പോകുന്നത്, കൃഷ്ണന്റെ അടുത്താണ് പോകുന്നത്. അപ്പൊ ഈയാമ്പാറ്റയായ രുക്മി ആ ഈയാമ്പാറ്റ അഗ്നിയെ എങ്ങനെ പ്രാപിക്കുന്നുവോ അതുപോലെ കൃഷ്ണന്റെ നേരെ പാഞ്ഞു. തതോരഥാതവപ്ലുത്യ ഖഡ്ഗപാണിർജിഖാംസയ കൃഷ്ണം അഭ്യദ്രവത് കുർത്ത പതംഗൈവ പാവകം. ശ്ലോകം 31. തസ്യ ചാപതത ഖഡ്ഗം തിലശർമ്മ ചേഷുഭി ചിത്വാ അസിം ആദദേ തിക്മം രുക്മിണം ഹന്തുമുദ്യതഃ. തസ്യ ച ആപതതഃ, ആപതതഃ നേർക്ക് ചാടി വരുന്ന തസ്യ അവന്റെ, രുക്മിയുടെ ഖഡ്ഗം വാളിനെയും ചർമ്മഹ പരിചയെയും ഇഷുഭി ബാണങ്ങൾ കൊണ്ട് തിലശക, തിലശം എന്ന് വെച്ചാൽ എള്ള്, എള്ളിന്റെ പരുവമാക്കി എന്ന് വെച്ചാൽ തീരെ ചെറുതായിട്ട് മുറിച്ചിട്ടു വന്ന് ചിത്വ മുറിച്ചിട്ട് രുക്മിണം രുക്മിയെ ഹന്തും ഹനിക്കാനായിക്കൊണ്ട് ഉദ്യത ഉത്സാഹിച്ചവനായി തിക്മം തീവ്രമായ അസിം വാളിനെ ആദത എടുത്തു. കൃഷ്ണൻ തന്റെ തീവ്രമായ വാള്, കൃഷ്ണന്റെ വാളിന്റെ പേരെന്താണ്, നന്ദകി. നന്ദകി എന്ന വാളിനെ കയ്യിലെടുത്തു. തന്റെ നേർക്ക് വരുന്ന രുക്മിയുടെ വാളും പരിചയും ഭഗവാൻ ബാണം കൊണ്ട് പൊടിപൊടിയാക്കി മുറിച്ചു. എന്നിട്ട് അവനെയും കൂടെ തീർക്കണമെന്ന് വിചാരിച്ച് ഭഗവാന്റെ മഹത്തായ നന്ദകി എന്ന വാൾ ഭഗവാൻ കയ്യിലെടുത്തു. തസ്യ ചാപതത ഖഡ്ഗം തിലശർമ്മ ചേഷുഭി ചിത്വാസിമാദദേ തിക്മം രുക്മിണം ഹന്തുമുദ്യതാം. ശ്ലോകം 32. ദൃഷ്ട്വാ ഭ്രാതൃപദോദ്യോഗം രുക്മിണീ ഭയവിഹ്വല പതിത്വാ പാദയോർ ഭർത്തൃർ ഉവാച കരുണം സദേ. ദൃഷ്ട്വാ ഭ്രാതൃപദോദ്യോഗം രുക്മിണീ ഭയവിഹ്വല പതിത്വാ പാദയോഃ ഭർത്തുഃ ഉവാച കരുണം സദി. ഭയവിഹ്വല പേടികൊണ്ട് പരവശയായ രുക്മിണി ഭ്രാതൃപദോദ്യോഗം സഹോദരനെ വധിക്കാനുള്ള പരിശ്രമത്തെ ദൃഷ്ട്വാ കണ്ടിട്ട്, അപ്പൊ രുക്മിണി ഇത് കണ്ട് പേടിച്ചുപോയി, തന്റെ സഹോദരനെ കൊല്ലാൻ പോവുകയാണ്. ഇത് കണ്ട് പേടിച്ച് സതി പതിവ്രതയായ അവൾ ഭർത്തൃഹു ഭർത്താവിന്റെ പാദയോ പാദങ്ങളിൽ പതിത്വ വീണിട്ട്, ഭഗവാന്റെ ആ കാലുകളിൽ രുക്മിണി വീണിട്ട് കരുണം ദുഃഖത്തോടുകൂടി ഉവാച പറഞ്ഞു. ഇപ്പൊ തന്നെ ഭഗവാൻ രുക്മിയെ കൊല്ലുമെന്ന് രുക്മിണിക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് ഭഗവാന്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് രുക്മിണി പറയുകയാണ്, ദൃഷ്ട്വാ ഭാതൃപദോദ്യോഗം രുക്മിണി ഭയവിഹ്വല പതിത്വാ പാദയോർ ഭർത്തൃ ഉവാച കരുണം സതീം.
ശ്ലോകം 33. യോഗേശ്വരാ പ്രമേയാത്മൻ ദേവദേവ ജഗത്പതേ ഹന്തും നാർഹസി കല്യാണ പ്രാതരം മേ മഹാഭുജ. ദേവകി ഭഗവാനെ വിളിച്ചു പറയുകയാണ്, യോഗേശ്വര, എല്ലാ യോഗങ്ങളുടെയും ഈശ്വര, അപ്രമേയാത്മൻ, ഗണിക്കാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയ ഭഗവാനെ, ദേവദേവ, ദേവന്മാർക്കും ദേവനായുള്ളവനെ, ജഗത്പതേ, ലോകത്തിന്റെ നാഥനായുള്ളവനെ, കല്യാണ, മംഗളസ്വരൂപ, മഹാഭുജ, മഹാബാഹുവായുള്ളവനെ, ഇതെല്ലാം ഭഗവാനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞെന്താണ്? മേ ഭ്രാതരം ഹന്തും നാർഹസി. ഭഗവാനെ പല പേരിൽ വിളിച്ചിട്ട് പറയണേ, അങ്ങയുടെ വൈഭവം അറിയാൻ ഇവന് ശക്തനല്ല, എന്റെ സഹോദരനെ കൊല്ലുന്നത് അങ്ങയ്ക്ക് യോഗ്യമല്ല. കാരണം എന്താണ്? ഭാര്യയുടെ സഹോദരനാണ്, അതുകൊണ്ട് അവനെ അങ്ങ് കൊല്ലരുതേ, കൊല്ലുന്നത് അങ്ങയ്ക്ക് യോഗ്യമല്ല. ഭാര്യയുടെ സഹോദരനെ കൊന്നു എന്നുള്ള പേര് വരികയില്ലേ? യോഗേശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗത്പദേ ഹന്തും നാർഹസി കല്യാണ പ്രാതരം മേ മഹാഭുജ. ശ്ലോകം 34. ശ്രീശുകവാച തയാ പരിത്രാസ വികമ്പിതാംഗയാ ശുചാവശുഷ്യൻ മുഖരുദ്ധകണ്ഠയാ കാദര്യ വിശ്രംസിതഹേമമാലയാ ഗൃഹീതപാദ കരുണോ നിവർത്തത. അപ്പൊ ശ്രീശുകം പറയാണ്, തയാ പരിത്രാസ വികമ്പിത അംഗയാ, പരിത്രാസ വികമ്പിത അംഗയ, ഭയം കൊണ്ട് വിറച്ച അവയവങ്ങളോട് കൂടിയവളും. രുക്മിണി ആകെ വിറച്ചുപോയി, തന്റെ സഹോദരനെയാണ് കൊല്ലാൻ പോകുന്നത്. ഭയന്ന് വിറച്ച് ശുച, ദുഃഖത്താൽ അവശുഷ്യ മുഖരുദ്ധകണ്ഠയ. രണ്ടാമത്തെ ശ്ലോകം. ശുച അവശുഷ്യ മുഖരുദ്ധകണ്ഠയ. അവശുഷ്യ, ഏറ്റവും ശോഷിച്ച മുഖത്തോടും, രുദ്ധകണ്ഠയ, തടുക്കപ്പെട്ട സ്വരത്തോടും. അതായത് ദുഃഖാധിക്യം കൊണ്ട് രുക്മിണിയുടെ തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റി, വെള്ളമില്ലാതായി, കണ്ടത്തിൽ നിന്ന് ശബ്ദം പുറത്തു വരുന്നില്ല. അതാണ് ശോഷിച്ച മുഖത്തോടും തടുക്കപ്പെട്ട സ്വരത്തോടും ശബ്ദം പുറത്തു വരുന്നില്ല, പേടിച്ചുപോയി. കാതര്യ വിശ്രംസിത ഹേമമാലയ, കാതര, പാരവശ്യം നിമിത്തം, വിശ്രംസിത ഹേമമാലയ, അഴിഞ്ഞു വീണ സ്വർണമാലകളോട് കൂടിയിരിക്കുന്ന, അതായത് തളർച്ച നിമിത്തം കഴുത്തിൽ ധരിച്ച സ്വർണമാല ഊരി വീണു. അങ്ങനെ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചു, കുനിഞ്ഞു നമസ്കരിച്ചു. അപ്പോ വെപ്രാളത്തിൽ മാലയൊക്കെ, സ്വർണമാല താഴെ വീണു. തയ, അവളാൽ ഗൃഹീതപാദ, കാൽ പിടിച്ച് ഗ്രഹിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയും അവൾ കൃഷ്ണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. കരുണയോടുകൂടിയിരിക്കുന്ന ഭഗവാൻ നിവർത്തത, മടങ്ങി. ഭഗവാന്റെ കാൽക്കൽ വീണ് അവൾ ഭഗവാനോട് അപേക്ഷിച്ചു, എന്റെ സഹോദരനെ കൊല്ലരുതേ. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് കരുണ തോന്നി. ഭഗവാൻ രുക്മിയെ കൊല്ലുന്ന നല്ലതെന്ന് വിചാരിച്ച് അതിൽ നിന്നും പിൻവാങ്ങി. ശ്ലോകം 34. തയാ ശ്രീശുകവാച തയാ പരിത്രാസ വികമ്പിതാംഗയാ ശുചാവശുഷ്യൻ മുഖരുദ്ധകണ്ഠയാ കാദര്യ വിശ്രംസിത ഹേമമാലയാ ഗൃഹീതപാദ കരുണോ നിവർത്തത. ശ്ലോകം 35. ചൈലേന ബദ്ധ്വാതം അസാധുകാരിണം സസ്മശ്രുകേശം പ്രഭവൻ രൂപയത് താവന്മമർദോ പരസൈന്യമദ്ഭുതം യദു പ്രവീര നളിനീം യഥാഗജാഹ. ചൈലേന ബദ്ധ്വാ തം അസാധുകാരിണം, അസാധുകാരിണം, അന്യായം ചെയ്തവനായ തം, അവനെ ചൈലേന ബദ്ധ്വാ, വസ്ത്രം കൊണ്ട് ബന്ധിച്ചു. ഭഗവാൻ തന്റെ ഉത്തരീയെടുത്ത് അവനെ കൈയും കാലുമൊക്കെ കയ്യെ കെട്ടി ബന്ധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ശ്മശ്രു കേശം,
രോമങ്ങളും മുടികളും ഇടയ്ക്കിടെ നിർത്തിക്കൊണ്ട്, അതായത് തലയില് താടി രോമങ്ങളൊക്കെ ഇടയ്ക്കിടെ എലി കറണ്ടതുപോലെ ഇടയ്ക്കിടെ മുറിച്ച് വിട്ട് വിരൂപനാക്കി. താവത്ത് അപ്പോഴേക്ക് അത്ഭുതം ആശ്ചര്യമായ പരസൈന്യം ശത്രു സൈന്യത്തെ യദുപ്രവീരാഹ യദുശ്രേഷ്ഠന്മാർ നളിനിയും താമരപ്പൊയ്കയെ ഗജായത ആനകൾ എന്ന പോലെ മർദ്ദിച്ചു. അപ്പൊ ഇവന്റെ സൈന്യത്തെ എല്ലാം യദുക്കൾ കൊന്നൊടുക്കി. കൃഷ്ണൻ എന്ത് ചെയ്തു? ആ രുക്മിയെ കൈ കെട്ടിയിട്ട് തന്റെ വാളുകൊണ്ട് അവന്റെ തലമുടിയും മീശയും അതുപോലെ തന്നെ താടി രോമങ്ങളും എല്ലാം അവിടെ എവിടെ മുറിച്ചു വിട്ട് അവനെ വിരൂപനാക്കി. ആ സമയത്താണ് യദുസൈന്യന്മാർ ഇവൻ കൊണ്ടുവന്ന സൈന്യങ്ങളെയൊക്കെ ആനകൾ താമര പൊയ്കയില് താമര നാളത്തെയൊക്കെ വലിച്ചെടുക്കുന്നത് പോലെ എന്ന് വെച്ചാൽ നിഷ്പ്രയാസം അവരെ കൊന്നൊടുക്കി. താമര പൊയ്കയിൽ ഇറങ്ങിയാൽ ആനയ്ക്ക് ഈ താമരയൊന്നും വലിച്ചെടുക്കാൻ പ്രയാസമില്ല. അതുപോലെ താമര പൊയ്കയിൽ ആന ഇറങ്ങി താമര വലിച്ചെടുക്കുന്നത് പോലെയാണ് യദുക്കൾ രുക്മിയുടെ സൈന്യത്തെ ഇല്ലാതാക്കിയത്. ശൈലേന ബദ്ധ്വാതമസാധുകാരിണം സാസ്മശ്രുകേശം പ്രഭവൻ വ്യരൂപയത് താവന്മർദ്ദോസ് പരസൈന്യമത്ഭുതം യത് പ്രവീര നളിനീമതാഗജാം. ശ്ലോകം 36. കൃഷ്ണാന്തികമുപവ്രജ്യ ദദർശസ്തത്ര രുക്മിണം തഥാഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംഘർഷണോ വിഭോ വിമുച്യബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണം അബ്രവീത്. കൃഷ്ണാന്തികം ഉപവ്രജ്യ, കൃഷ്ണാന്തികം കൃഷ്ണന്റെ സമീപത്തെ ഉപവ്രജ്യ പ്രാപിച്ചിട്ട് ആര്? ബലരാമൻ കൃഷ്ണന്റെ അടുത്ത് ഈ സമയം മറ്റേ സൈന്യത്തെയൊക്കെ നിലംപരിശാക്കിയിട്ട് ഇവിടെ കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് തത്ര അവിടെ യഥാഭൂതം അപ്രകാരം ഇരിക്കുന്നവനും ഹതപ്രായം കൊല്ലപ്പെട്ടവന് തുല്യവനുമായ രുക്മിയെ ദദർശു ജനങ്ങൾ കണ്ടു. അപ്പൊ രുക്മി ആകെ നാണം കെട്ടിരിക്കുകയാണ്. രുക്മിയെ മൃതപ്രായനാക്കി. ജീവനുണ്ടെന്നേ ഉള്ളൂ. വധിച്ചതിന് തുല്യമാണ് മുടിയെ അവിടെ എവിടെ മുറിച്ചു കളയുക എന്നുള്ളത്. അപ്പൊ ജനങ്ങൾ കണ്ടു. ഭഗവാൻ വിഭുഹു സംഘർഷണക, ഭഗവാനും ജ്യേഷ്ഠനുമായ സംഘർഷണം ബലരാമൻ കരുണക കരുണാസഹിതനായിട്ട് ബന്ധിക്കപ്പെട്ടിരുന്ന അവനെ ദൃഷ്ടുവ കണ്ടിട്ട്, അപ്പോൾ ഭഗവാൻ വസ്ത്രം കൊണ്ട് അവന്റെ കൈ കെട്ടിയിരിക്കുകയാണ്. ഉടനെ ബലരാമൻ വന്നെന്ത് ചെയ്തു? അതിനെ വിമുച്യ കെട്ടഴിച്ചിട്ട് കൃഷ്ണനോട് അബ്രവീത് ഇപ്രകാരം പറഞ്ഞു. ബലരാമന് കരുണ തോന്നി. രുക്മിണിയുടെ സഹോദരനല്ലേ, ദുഷ്ടനാണെങ്കിൽ രുക്മിണിയുടെ സഹോദരനാണ്. പെട്ടെന്ന് വന്ന് കെട്ടഴിച്ചിട്ട് കൃഷ്ണനോട് പറയുകയാണ്. കൃഷ്ണാന്തികമുപവ്രജ്യ ദദർശസ്തത്ര രുക്മിണം തഥാഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംഘർഷണോ വിഭുഃ വിമുച്യബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണം അബ്രവീൻ. ശ്ലോകം 37. അസാധുതം ത്വയാ കൃഷ്ണ കൃതം അസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃതോ വധ. അസാധു ഇതം ത്വയാ കൃഷ്ണ, ഹേ കൃഷ്ണ, ത്വയാ നിന്നാൽ അസാധു ഇതം ശരിയല്ലാത്ത ഈ കാര്യം കൃതം ചെയ്യപ്പെട്ടു. അസ്മജ്ജുഗുപ്സിതം നമുക്കിത് ഉചിതമല്ല. അപ്പൊ ഈ പ്രവൃത്തി ഒട്ടും നന്നായില്ല. കാരണം എന്താണ്? യവൻ രുക്മിണിയുടെ സഹോദരനാണ്. ഇത് നമുക്ക് യോജിച്ചതല്ല. അസ്മജ്ജുഗുപ്സിതം നമുക്കിത് ഉചിതമല്ല. സുഹൃത്തിന്റെ ശ്മശ്രു കേശാന, അവന്റെ താടിരോമങ്ങളും തലമുടിയൊക്കെ വപനം മുറിച്ച് വൈരൂപ്യം വിരൂപകരണം വധമാകുന്നു. അവന്റെ തലമുടിയും താടിരോമമൊക്കെ മുറിച്ചത് വധത്തിന് തുല്യമാണ്. കൃഷ്ണ, ഇത് അവന് വധിച്ചതിന് തുല്യമല്ലേ? ഇത് ശരിയാണോ? ഇവൻ രുക്മിണിയുടെ സഹോദരനല്ലേ? ദുഷ്ടനായിരുന്നാലും രുക്മിണിയുടെ സഹോദരനല്ലേ? അസാധുതം ത്വയാ കൃഷ്ണ കൃതം അസ്മജ്ജുഗുപ്സിതം ഭവനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃതോ വധകാം. ശ്ലോകം 38. മൈവാസ്മാൻ സാധസൂയേഥ
ഭ്രാതൃവൈരൂപ്യ ചിന്തയാ സുഖ ദുഃഖദോ ന ചാന്യോസ്തി യത്ര സുഹൃതഭുക് പുമാൻ. മമ ഏവ അസ്മാൻ, അതാണ് മൈവാസ്മാൻ. മമയല്ല, മ ഏവ അസ്മാൻ, മൈവാസ്മാൻ. സാധു സാധി സാധി അസൂയേഥ പ്രാദുഹു വൈരൂപ്യ ചിന്തയാ സുഖ ദുഃഖദഃ ന ചാന്യഃ അസ്തി യതഃ സുഹൃതഭുക് പുമാൻ. സാധി, ഹേ സുശീലേ, പ്രാദുഹു സഹോദരന്റെ വൈരൂപ്യ ചിന്ത കൊണ്ട് അസ്മാൻ ഞങ്ങളെ മാ അസൂയേഥ ഞങ്ങളെ ദോഷം ആരോപിക്കരുത്. കൃഷ്ണനെ ആദ്യം ശാസിച്ചു, കൃഷ്ണ ഇത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ബലരാമൻ രുക്മിണിയെ സമാധാനിപ്പിക്കുകയാണ്. സാധ്വി, ഹേ സുശീലേ, പ്രാദുഹു സഹോദരന്റെ വൈരൂപ്യ ചിന്തയാ സഹോദരനെ വൈരൂപ്യം വരുത്തിയ ചിന്ത കൊണ്ട് അസ്മാൻ ഞങ്ങളെ മാം അസൂയേത ഞങ്ങളിൽ ദോഷമൊന്നും ആരോപിക്കരുത്, അല്ലെങ്കിൽ അസൂയപ്പെടരുത്. സുഖദുഃഖത്തെ കൊടുക്കുന്ന അന്യൻ നാസ്തി ഇല്ല. എല്ലാവർക്കും, എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും സുഖവും ദുഃഖവും അവരവർ ഉണ്ടാക്കി തീർക്കുന്നതാണ്, അന്യൻ നൽകുന്നതല്ല. ഇത് രുക്മി തന്നെ വരുത്തി വെച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ പുമാൻ പുരുഷൻ സുഹൃതഭുക് താൻ ചെയ്ത കർമ്മത്തെ അനുഭവിക്കുന്നവൻ ആകുന്നു. ഓരോരുത്തരും ചെയ്തിരിക്കുന്ന പുണ്യപാപ കർമ്മങ്ങളുടെ ഫലമായ സുഖദുഃഖങ്ങൾ അവനവൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അപ്പൊ അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ അവരവർ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് ഞങ്ങളിൽ ദോഷം കുറ്റമൊന്നും ആരോപിക്കരുതേ എന്ന് രുക്മിണിയോട് ബലരാമൻ പറയുകയാണ്. മഹിവാസ്മാൻ സാത്വസൂയേത പ്രാതർവൈരൂപ്യ ചിന്തയാ സുഖ ദുഃഖദോ നാചാന്യോസ്തി യതസ്വകൃതഭുക് പുമാൻ. ശ്ലോകം 39. ബന്ധുപദാർഹ ദോഷോപി ന ബന്ധോർവതമർഹതി താജ്യസ്വേനൈവ ദോഷേണ ഹതക്കിം ഹന്യതേ പുനഃ. ബന്ധുഃ വദാർഹ ദോഷഃ അപി ന ബന്ധോഃ വദമർഹതി താജ്യഃ സേന ഏവ ദോഷേണ ഹതഃ കിം ഹന്യതേ പുനഃ. ബന്ധുഃ വദാർഹ ദോഷഃ അപി വധത്തിന് അനുചിതമായ ദോഷത്തോടു കൂടിയവനാണെങ്കിലും ബന്ധുഹു അവൻ ബന്ധുവാണ്. രുക്മിണിയെ സമാധാനിപ്പിച്ച ശേഷം കൃഷ്ണനോട് വീണ്ടും ബലരാമൻ പറയാണ്, കൃഷ്ണനെ ശാസിക്കുകയാണ്. ഇവൻ വധത്തിന് യോജിച്ചവൻ തന്നെ, അവന് ദോഷമൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ആരാണ്? രുക്മിണിയുടെ സഹോദരനാണ്, ബന്ധുവാണ്. അങ്ങനെ ബന്ധുവിൽ നിന്ന് വധത്തെ അർഹത അർഹിക്കുന്നില്ല. ബന്ധുവിനെ വധിക്കുന്നത് ശരിയല്ല, ത്യജിക്കപ്പെടാൻ യോഗ്യനാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനെ ഉപേക്ഷിക്കുക മാത്രമേ ചെയ്യാവൂ. സ്വേന ദോഷേണ ഏവ സ്വന്തം ദോഷത്താൽ തന്നെ ഹതഹ ഹനിക്കപ്പെട്ടവൻ പുനഃ പിന്നെയും ഹന്യദേഹിം പിന്നെയും ഹനിക്കപ്പെടുന്നത് എന്തിനാണ്? അവൻ ചെയ്ത ദോഷവൃത്തി നിമിത്തം അവന് ദുഷ്കീർത്തികരമായ മരണം സിദ്ധിച്ചു കഴിഞ്ഞു. അപ്പൊ അവന്റെ തലമുടി വെട്ടിയത് തന്നെ, അവനെ വിരൂപനാക്കിയത് തന്നെ അവൻ വധിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് കൊല്ലപ്പെട്ടവനെ വീണ്ടും കൊല്ലുന്ന എന്തിനാണ്? അപ്പൊ അവൻ വധിച്ചതിന് തുല്യമാണ്. വീണ്ടും അവനെ വധിക്കുന്ന എന്തിനാണ്? അത് നിനക്ക് നല്ലതുമല്ല. കാരണം അവൻ രുക്മിണിയുടെ സഹോദരനാണ്, ബന്ധുവാണ്. ബന്ധുർവദാർഹ ദോഷോപി ന ബന്ധോർവതമർഹതി ത്യാജസേനൈവ ദോഷേണ ഹതക്കിം ഹന്യതേ പുനഃ. ശ്ലോകം 40. ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിതഃ പ്രാതാഭിഭ്രാതരം ഹന്യാൻ യേന ഘോരതരസ്തതഃ. ക്ഷത്രിയാണാം അയം ധർമ്മഃ പ്രജാപതി വിനിർമ്മിതഃ പ്രാതാ അഭി ഭ്രാതരം ഹന്യാൻ യേന ഘോരതരഃ തതഃ. യേന യാതൊന്നിനാൽ പ്രാതാവ് സഹോദരൻ ഭ്രാതരം
അഭി, സഹോദരനെയും ഹനിക്കും. പിന്നെ രുക്മിണിയോട് വീണ്ടും പറയാണ്, ഇതിപ്പോ യുദ്ധമാണ്. യുദ്ധമാകുമ്പോൾ ഒരു സഹോദരൻ സഹോദരനെ കൊല്ലും. അത് ധർമ്മം തന്നെയാണ്. യുദ്ധത്തിൽ എതിരായിട്ട് നിൽക്കുന്ന ആരായിരുന്നാലും അവരെ കൊല്ലണം. അത് ക്ഷത്രിയന്റെ ധർമ്മമാണ്. തതഹ, അതുകൊണ്ട് ഘോരതര, ഏറ്റവും ഘോരമായ അയം ധർമ്മം, ഈ ധർമ്മം ക്ഷത്രിയന്മാർക്ക് പ്രജാപതി വിനിർമ്മിതം, ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ടതാണ്. രുക്മിണിയോട് വീണ്ടും പറയാണ്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ക്ഷത്രിയന്മാർക്ക് കൽപ്പിതമായ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക. ശത്രു ആരായിരുന്നാലും, സഹോദരനാണോ അതോ ബന്ധുവാണോ അതോ മിത്രമാണോ ഒന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ജ്യേഷ്ഠൻ അനുജനെയും അനുജൻ ജ്യേഷ്ഠനെയും യുദ്ധത്തിൽ കൊല്ലുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് നിന്റെ സഹോദരനെ എന്റെ അനുജൻ വിരൂപൻ ആക്കി തീർത്തതിൽ നീ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് രുക്മിണിയെ സമാധാനിപ്പിക്കുന്നു. കൃഷ്ണനോട് ശകാരിച്ച് പറഞ്ഞെങ്കിലും രുക്മിണിയെ വീണ്ടും സമാധാനിപ്പിക്കുകയാണ് ബലരാമൻ ചെയ്യുന്നത്. ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത പ്രാതാഭിപ്രാതരം ഹന്യാൻ ഏന ഘോരതരസ്തതഹാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.